സിദ്ധാർത്ഥിന്റെ അമ്മാവനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ശ്രീ ഷിബു ചെയ്യുന്നുണ്ട്. ശ്രീ ഷിബു, എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ, ദുരൂഹ മരണത്തിൽ സത്യം തെളിയിക്കാൻ വേണ്ടി CBI അധികം വൈകാതെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത്രയും കാലതാമസം എടുത്തു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെ പൊതുവിൽ ഈ ഒരു സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? മാഡം, 9-ാം തീയതി ഇറക്കിയ ഓർഡറാണ്. അദ്ദേഹം നമുക്ക് മുഖ്യമന്ത്രി തന്നതാണ്. ഇത് CBI അന്വേഷണം നടത്തുമെന്ന് ഉറപ്പുണ്ട്. ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെയാണ് ചരിത്രത്തിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ഓർഡർ ഇറക്കുന്നു. അതിന്റെ ഗസറ്റ് വിജ്ഞാപനം വരുന്നു. എന്നാൽ നാളിതുവരെ, അത് ഇന്നലെ വരെ, ഇന്ന് പറയാൻ പറ്റില്ല, ഇന്നലെ രാവിലെ വരെയും അതിന്റെ പ്രൊസീജിയറോ CBI ഡൽഹിയിലേക്കോ അതിന്റെ ബ്യൂറോയിലോ ഇതുവരെ അയച്ചതായി കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിന് കുറെ നടപടിക്രമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം അത് ലാഗ് ചെയ്ത് പോവുകയായിരുന്നു. പക്ഷെ ഇന്നലെ മെനങ്ങാന്നുണ്ടായിരുന്ന ഒരു കോളേജിൽ നിന്ന് 33 വരെ പുറത്തെടുത്തു. ആ സംഭവത്തോടനുബന്ധിച്ചുള്ള ശക്തമായ പ്രവർത്തനവും പിന്നെ കുറച്ച് ഇത് മാധ്യമങ്ങളിലുണ്ടായ പ്രഷറിന്റെയും ഫലമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹം വളരെ തീരുമാനം എടുത്തു. അദ്ദേഹം ഉടൻ തന്നെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് അന്വേഷണം നടത്താൻ വേണ്ടി, അതായത് ആഭ്യന്തര വകുപ്പിലെ ഈ വീഴ്ച വരുത്തിയ കാരണം അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടുകയും അതോടൊപ്പം തന്നെ ഈ CBIക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് ഇവിടെ അടിയന്തരമായി എത്തിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതൊരു നല്ല തീരുമാനമാണ്. ഞങ്ങൾക്ക് വൈകിയെങ്കിലും അതൊരു നല്ല തീരുമാനം ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇത് CBIക്ക് കിട്ടി എങ്കിൽ അതിന് ഇനി എത്ര കാലതാമസമുണ്ടെന്ന് അറിയില്ല. CBIയുടെ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇത് ഇതുവരെയും താമസിച്ചു എങ്കിലും ഇന്നലത്തോടു കൂടി അതിനൊരു വ്യക്തമായ തീരുമാനം. വളരെയധികം നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്.